അത് 8-9 ആൾ കൊണ്ടുവന്നിട്ട് കഴുത്തിൽ മണ്ടൻ എന്നുള്ള പേര് ചാർത്തിയപ്പോൾ നല്ല ചെറുപ്പം മുതൽ നല്ല ബുദ്ധിയോടുകൂടി പെരുമാറിപ്പോകുന്നൊരു മോനാണ് ഇത്രയും നിലയിലെത്തിയ ആ മോന് മണ്ടന് ഇവർ കൊണ്ടുവന്നിട്ടല്ലോ എന്നുള്ളൊരു വിഷമം മനസ്സിലുണ്ടായി. കപ്പ അടിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. കപ്പ ഇപ്പോഴത്തെ ഇത് കണ്ടിട്ട് കപ്പ അടിച്ചു വരുമെന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ. അവനങ്ങനെ ഒരുപാട് ക്രൂരതയായിട്ടൊന്നും സംസാരിക്കുന്ന ഒരാളല്ല. മനസ്സ് നല്ല ഒരു ഇതുള്ളതാണ്. കാര്യം ആദ്യമൊക്കെ മണ്ടെന്ന് വിളിച്ചപ്പോൾ ഒരു വിഷമം തോന്നി. പിന്നെ ഇപ്പോൾ ഞാൻ ഓർക്കും അതൊരു കഴിയുമ്പോൾ അവരുടെ കളിയിൽ ആരെയാലും തോൽപ്പിക്കണമല്ലോ. അപ്പൊ മോനെ വിളിക്കാതിരിക്കുമ്പോൾ നമ്മൾ TV കാണുന്നതല്ലേ, അപ്പൊ പക്ഷെ നമ്മൾ എപ്പോഴും വിളിച്ചുകൊണ്ടിരുന്ന മോനെ വിളിക്കാതിരിക്കുമ്പോഴും കാണാതിരിക്കുമ്പോൾ ഒരുപാട് സങ്കടമാവില്ലേ? ഇല്ല, സങ്കടം ഒരു ദിവസം എനിക്ക് ഭയങ്കരമായ വിഷമം തോന്നി. ഞാൻ തിരുവനന്തപുരത്ത് വെച്ച് ഉറക്കത്തിൽ കിടന്നപ്പോൾ ജിൻഡോനെ ഇപ്പോൾ വിളിച്ച് എത്ര ദിവസമായി അവനെ വിളിക്കണം എന്നിട്ട് ഭയങ്കരമായ ബുദ്ധിമുട്ടുകൾ മനസ്സിലുണ്ടായിരുന്നു. അപ്പോൾ നമുക്കറിയാം, ബിഗ് ബോസ് തുടങ്ങിയ സമയത്ത് സോഷ്യൽ മീഡിയയിലാണെങ്കിലും അല്ലെങ്കിൽ അവിടെയുള്ള മത്സരാർത്ഥികളാണെങ്കിലും മണ്ടൻ എന്ന പേര് പറഞ്ഞിട്ട് ജിൻഡോ ചേട്ടനെ കുറേ അധിക്ഷേപിച്ചിരുന്നു. അപ്പം അത് കേട്ടപ്പോൾ അമ്മയ്ക്ക് ഒരുപാട് വിഷമായിട്ടുണ്ട്. അത് 8-9 ആൾ കൊണ്ടുവന്നിട്ട് കഴുത്തിൽ മണ്ടൻ എന്നുള്ള പേര് ചാർത്തിയപ്പോൾ നല്ല ചെറുപ്പം മുതൽ നല്ല ബുദ്ധിയോടുകൂടി പെരുമാറിപ്പോകുന്നൊരു മോനാണ് ഇത്രയും നിലയിലെത്തിയ ആ മോന് മണ്ടന് ഇവർ കൊണ്ടുവന്നിട്ടല്ലോ എന്നുള്ളൊരു വിഷമം മനസ്സിലുണ്ടായി. പിന്നെ എനിക്ക് തോന്നി ഇവനെ തോൽപ്പിക്കാനുള്ളൊരു പ്ലാൻ അവരെടുക്കണതെന്ന്. അതിൽ വിഷമിക്കേണ്ട, തോൽവി എപ്പോഴും വിജയത്തിൻ്റെ മുന്നോടിയാണെന്ന് തോന്നി. അപ്പോൾ ജിൻഡോ ചേട്ടൻ പക്ഷെ അതിന് ശേഷം നമുക്കറിയാം സോഷ്യൽ മീഡിയയിൽ നല്ല സപ്പോർട്ട് ഉണ്ടായിരുന്നു. സോഷ്യൽ മീഡിയയിൽ മാത്രമല്ല പ്രേക്ഷകർക്കൊക്കെ ഇഷ്ടപ്പെട്ട ഒരു താരം തന്നെയാണ്. ജിൻഡോ ചേട്ടൻ കപ്പടിക്കുമോ, എന്താ തോന്നുന്നത്? കപ്പ അടിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. കപ്പ ഇപ്പോഴത്തെ ഇത് കണ്ടിട്ട് കപ്പ അടിച്ചു വരുമെന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ. പിന്നെ കപ്പ അടിക്കാൻ ദൈവത്തിൻ്റെ അനുഗ്രഹവും പിന്നെ എല്ലാ പ്രേക്ഷകരും വോട്ട് ചെയ്ത് വിജയിപ്പിക്കണമെന്നാണ് എനിക്ക് അപേക്ഷിക്കാനുള്ളത്. വോട്ടും വേണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. അവരുടെ എല്ലാം പ്രേക്ഷകരുടെ എല്ലാ വോട്ടും സപ്പോർട്ടും ഉണ്ടെങ്കിൽ ഇത്രയും നാളുള്ളത് പോലെ തന്നെ ഉണ്ടായാലേ ഇനിയും കപ്പ അടിക്കാൻ സാധിക്കുള്ളൂ. അതുപോലെ തന്നെ അവിടെ അധികം ആരോടും സംസാരിക്കാത്ത അല്ലെങ്കിൽ അധികം വഴക്കുകൾക്കൊന്നും പോകാത്ത ഒരു നിഷ്കളങ്കനായ ഒരു പാവം ചെറുപ്പക്കാരൻ. അപ്പൊ എല്ലാവരും ഇത് അഭിനയാണോ അല്ലെങ്കിൽ ബിഗ് ബോസിൽ എന്താ ഗെയിം പ്ലാൻ ആണോ, അങ്ങനെയൊക്കെ ഒരുപാട് പേര് പറഞ്ഞിരുന്നു. അത് ശരിക്കും ജിൻഡോ ചേട്ടൻ നിങ്ങളോടൊക്കെ വീട്ടിലൊക്കെ ഇങ്ങനെ തന്നെയാണ് നിൽക്കുന്നത്? അവനങ്ങനെ ഒരുപാട് ക്രൂരതയായിട്ടൊന്നും സംസാരിക്കുന്ന ഒരാളല്ല. മനസ്സ് നല്ല ഒരു ഇതുള്ളതാണ്. പക്ഷെ പെട്ടെന്ന് സങ്കടവും വരും. എന്തെങ്കിലും ഒരു വിഷമം തോന്നിയാൽ പെട്ടെന്ന് സങ്കടം വരും. അങ്ങനെ അപ്പൊ ജിൻഡോ ചേട്ടന്റെ ഫാമിലി, അച്ഛൻ, അമ്മ, പിന്നെ എങ്ങനെയാ മക്കള്, എത്ര മക്കളാ, എങ്ങനെയാ? ഞങ്ങള് 3 മക്കള്. മൂത്തത് ജിൻഡോ, രണ്ടാമത്തെ ജിംസൺ, മൂന്നാമത്തെ ജിഷ. ഇവരെയൊക്കെ പഠിപ്പിച്ചതൊക്കെ ജിൻഡോ ചേട്ടൻ കൂടെയാണോ? നഴ്സിംഗ് പഠിപ്പിക്കാനൊക്കെ ജിൻഡോ കൂടി മോളെ പഠിപ്പിച്ച് നഴ്സിംഗ് പഠിപ്പിച്ച് ജിൻഡോ കൂടി മുൻകൈ എടുത്തായിരുന്നു. പഠിപ്പിക്കാനൊക്കെ നോക്കിയായിരുന്നു. പഠിപ്പിക്കാനും കെട്ടിക്കാനും ഒക്കെ നോക്കിയായിരുന്നു. പിന്നെ ജിൻഡോ ചേട്ടന്റെ കുടുംബ ജീവിതത്തെ കുറിച്ച് നമ്മൾ ചോദിക്കുകയാണെങ്കിൽ ഭാര്യയും ഭർത്താവും സെപ്പറേറ്റ്. അതിനുശേഷം ഇവർ തമ്മിൽ എന്തെങ്കിലും കോണ്ടാക്ട് ഉണ്ടോ അല്ലെങ്കിൽ വിളിക്കാറുണ്ടോ, എങ്ങനെയാ? വിളിക്കാറുള്ളതായിട്ടൊന്നും എനിക്കറിയില്ല തീർച്ചയായിട്ടും. അപ്പൊ ഇനി ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിയ മോനൊരു കല്യാണം കഴിക്കണം, ഇനി ഒരു കല്യാണം കഴിക്കണം, മോന്റെ കൂടെ ഒരു കുടുംബജീവിതം വേണം നമുക്ക് ആഗ്രഹമുണ്ട്. പിന്നെ ഒരു കുടുംബജീവിതം വേണം, കല്യാണം കഴിക്കണം, അത് കഴിച്ച് കാണണം. കാരണന്മാർക്ക് ഇത്രയും പ്രായമായി, ഞാനാണ് ഈ രോഗിയായി. എന്തായാലും ഒരാഗ്രഹം ഉണ്ടാവില്ല, മോൻ ആള് കൂട്ടുണ്ടായിട്ട് വേണം. നമ്മൾ പിരിയുന്ന മുമ്പ് ഒരു ആള് കൂട്ട് വേണമല്ലോ. അതൊരാഗ്രഹം, വലിയൊരാഗ്രഹമാണ് മനസ്സിൽ. പിന്നെ ജിംസൺ ഇപ്പോൾ ഖത്തറിൽ ജോലിയാണ്, എയർപോർട്ടിൽ. ജിംസൻ്റെ ഭാര്യ ലിൻസി CRPF പോലീസിൽ, CRPF പള്ളിപ്പുറം, തിരുവനന്തപുരം. ലിൻസിൻ്റെ പേര്. ഞങ്ങളിപ്പോൾ അവിടെ നിൽക്കണേ. ഞാൻ ഞായറാഴ്ച അങ്ങോട്ട് പാനായിരിക്കണം. 2 കൊല്ലമായിട്ട് ഞങ്ങൾ അവിടെയാണ്. അപ്പോൾ എനിക്ക് ചികിത്സയും ചെയ്യുന്നത് തിരുവനന്തപുരം കിംസിൽ നിന്നാണ്. പിന്നെ മോള് ജിഷ മോനെ ഭർത്താവിൻ്റെ പേര് ജോണി. മക്കൾ 3 ആൾ. അവർ കാനഡയിൽ. അമ്മു, അപ്പു, ഏഡിയൻ എന്ന് പറഞ്ഞ 3 കൊച്ചങ്ങൾ. മോൻ്റെ കൊച്ചങ്ങളുടെ പേര് എൽസത്ത് എമാനുവൽ.
അങ്ങനെ അവർ കാനഡയിൽ പോയിട്ട് 10-12 കൊല്ലമായി. അവരവിടെ സ്ഥിരപ്പെടുത്തി വീടൊക്കെ മേടിച്ച് അവിടെ സ്ഥിരമായി. എങ്കിലും കഴിഞ്ഞ കൊല്ലം എനിക്ക് സുഖമില്ലാണ്ടായപ്പോൾ വന്നിരുന്നു. ദിവസവും വിളിക്കും, കാണും, എല്ലാവരെയും വിളിക്കും, കാണും. അങ്ങനെയൊക്കെ അതുപോലെ തന്നെ നാട്ടുകാരോടൊക്കെ ചോദിച്ചു. ഇപ്പൊ പറഞ്ഞു ജിൻഡോ ഭയങ്കര സഹായം, ഞങ്ങൾക്കൊക്കെ ഒരുപാട് സഹായം ചെയ്യാറുള്ള ഞങ്ങളുടെയൊക്കെ മോനാന്നാ പറഞ്ഞേ. അങ്ങനെയാണോ? എല്ലാവർക്കും വലിയ കൂട്ടവനായിട്ട് ഇവിടെ വന്നാലും കവലയ്ക്ക് ഇറങ്ങിയാലും ഒരുപാട് പിള്ളേരായിട്ട് കൂട്ടും, ഭയങ്കര വർത്താനവും കളിയും ചിരിയും കൂട്ടണ. ആർക്കും അവനോടൊരു ദേഷ്യഭാഗവും ഇല്ല. കാരണം അവൻ ആരോടും അങ്ങനെ ഉണ്ടായിട്ടില്ല. എല്ലാവരോടും കൂട്ടായിട്ട് പോണ ഒരു മോനാണ്. അവനൊരു മുൻപന്തിയിൽ ഞങ്ങൾക്ക് ഒരു മൂത്തതാണ് കുടുംബത്തിൻ്റെ കാര്യത്തിന് ഉത്തരവാദിത്തങ്ങളും കുറച്ച് ഇതൊക്കെ ഉണ്ടായതുകൊണ്ട് എല്ലാവരും കുടുംബം മൊത്തം രക്ഷപ്പെട്ടു എന്നുള്ളതാണ്. അപ്പോൾ ജിൻഡോ ചേട്ടനെ കാണാൻ വേണ്ടി ബിഗ് ബോസ് പോയി ഇറങ്ങിയപ്പോൾ ഒരുപാട് സങ്കടമായില്ലേ? സങ്കടം തോന്നി. എങ്കിലും ഇപ്പോൾ നമ്മൾ കളി ജയിച്ചാലേ പോരാൻ പറ്റുള്ളൂ. അപ്പോൾ അവിടെ നിന്ന് കളിക്കണം, കളിച്ച് ജയിക്കണം. നമ്മളൊക്കെ ഈ TV കാണുമ്പോഴുള്ള ഈ പോരാ, അത് എൻ്റെ ആഗ്രഹം. ഞാൻ പറഞ്ഞു ഒറ്റയ്ക്ക് തന്നെ ഒന്ന് കളിച്ചാൽ മതിയെന്ന്. അപ്പോൾ അവിടെ ചെന്നപ്പോൾ നമുക്ക് മനസ്സിലായ പോയി കളിക്കുന്ന നേരത്ത് മാത്രമേ പോരുള്ളൂ, അല്ലാതെ അവർ ഭയങ്കര ഹാപ്പിയാൻ്റെ അകത്ത്. അപ്പോൾ ഞങ്ങൾ ചെന്നപ്പോഴുള്ള നമുക്ക് മനസ്സിലാവുന്നതൊക്കെ. അവിടെ ചെന്നിട്ട് ജിൻഡോ ചേട്ടന്റെ പോലെ ഇഷ്ടപ്പെട്ട നമ്മുടെ സ്വന്തം മക്കളെന്ന് തോന്നുന്ന മോളെന്ന് തോന്നിയല്ലേ മോനെന്ന് തോന്നി ആരാ? ഒരാളോട് നമുക്കൊരു പ്രത്യേക സ്നേഹം ഉണ്ടാവല്ലോ. എല്ലാവരോടും തോന്നി, എല്ലാവരോടും നല്ല സ്നേഹത്തോടെ തന്നെ ചെയ്ത്. അങ്ങനെ അതുപോലെ എന്തെങ്കിലും പരാതികളുണ്ടോ എൻ്റെ മോനോട് ഇങ്ങനെ ചെയ്ത്, അല്ലെങ്കിൽ ആ ഇന്ന വിഷയത്തിൽ എന്തെങ്കിലും വിഷമോ, അല്ലെങ്കിൽ ഇപ്പോഴും മനസ്സിലൊരു വിഷമം നിൽക്കുന്ന എന്തെങ്കിലും കാര്യമുണ്ടോ ബിഗ് ബോസ് പോയതിന് ശേഷം? കാര്യം ആദ്യമൊക്കെ മണ്ടെന്ന് വിളിച്ചപ്പോൾ ഒരു വിഷമം തോന്നി. പിന്നെ ഇപ്പോൾ ഞാൻ ഓർക്കും അതൊരു കഴിയുമ്പോൾ അവരുടെ കളിയിൽ ആരെയാലും തോൽപ്പിക്കണമല്ലോ, അതിനുവേണ്ടി പറയണതിന് അതിനൊന്നും മനസ്സിന് വിഷമം വിചാരിക്കേണ്ട ആവശ്യമില്ല. അവിടെ പോയി വന്നപ്പോൾ അവരെല്ലാവരും ഭയങ്കര സന്തോഷത്തോടു കൂടിയാണ്. നമുക്ക് വിഷമിക്കേണ്ട ആവശ്യമില്ല. ഗെയിമൊക്കെ കളിച്ച് കഴിഞ്ഞ് വരുമ്പോൾ കപ്പുമായിട്ട് മോഹൻ അടുത്ത് മുമ്പിൽ വരുമ്പോൾ പറയാൻ എന്തെങ്കിലും മനസ്സിലുണ്ടോ? എൻ്റെ മോന് എത്രയും വലിയ ദൈവാനുഗ്രഹം കിട്ടി. എല്ലാം വളരെയേറെ സന്തോഷത്തോടു കൂടി ഞങ്ങൾക്ക് കാത്തിരിക്കാനുള്ളൊരു അവസരമുള്ള. ഇതിലും വലിയ സന്തോഷം വേറെ എന്താ? മോനായിട്ട് ലോകം മുഴുവൻ അറിയപ്പെടുന്നു, ഞങ്ങളെ അറിയപ്പെടുന്നു, സഹോദരങ്ങളെയും അറിയപ്പെടുന്നു, എല്ലാവരും അറിയപ്പെടും. ഈ നാടിനും ഒരഭിമാനമായി കപ്പടിച്ചവരാണെങ്കിൽ. അച്ഛനെന്താ പറയാനുള്ളത്? എനിക്ക് ഈ ഫൈനലിൽ കടന്നു കഴിയുമ്പോഴുള്ള നമുക്ക് വിഷമം കൂടുന്നത് അതിൽ ഒരാളെ ജയിക്കുള്ളൂ. അപ്പോൾ ആരാണെന്ന് നമുക്കറിയില്ലല്ലോ. അത് ദൈവത്തിനോട് പ്രാർത്ഥിക്കുക, അതന്നെ ഞങ്ങളുടെ ഉദ്ദേശം. ജയിച്ചു വരാണെങ്കിൽ ഇങ്ങനത്തുള്ള എല്ലാ ആഗ്രഹങ്ങളും. എല്ലാ ദിവസവും ജിൻഡോ ചേട്ടൻ ഇങ്ങനെ ക്യാമറയുടെ മുമ്പ് പോയിട്ടേ എന്താ അമ്മ, എൻ്റെ അച്ഛൻ, എൻ്റെ അമ്മ എന്ന് പറയുമ്പോൾ ഞങ്ങൾ ശരിക്കും എക്സ്പെക്ട്, ഞങ്ങൾക്കും അത്രയും സ്നേഹമുള്ള ഞങ്ങളുടെ അമ്മേനെ പോലെയാ അല്ലെങ്കിൽ ഞങ്ങളുടെ അച്ഛനെ പോലെയാണ് ഞങ്ങളൊക്കെ നിങ്ങളെ കാണുന്നത്. അതായത് ജിൻഡോ ചേട്ടൻ ഇങ്ങനെ അമ്മ എന്ന് എപ്പോൾ പറയുമ്പോൾ അമ്മയ്ക്ക് കാലുവേദന കുറഞ്ഞോ അല്ലെങ്കിൽ അമ്മയ്ക്ക് സുഖമായോ എന്ന് നമ്മളും ചിന്തിക്കാറുണ്ട്. അപ്പം അത്രയും മക്കളെ കിട്ടുകയല്ലേ ശരിക്കും ചെയ്ത് അങ്ങനെ. എൻ്റെ കാലിനല്ല കൂടുതൽ കുഴപ്പം, ലെൻസിനാണ്. ലെൻസിൻ്റെ കംപ്ലൈൻറ്റും കൊണ്ട് അങ്ങനെ ബുദ്ധിമുട്ടാണ്. ഞങ്ങൾക്ക് ചൂടെടുക്കണില്ല. ലെൻസിൻ്റെ കംപ്ലൈൻറ്റ് ഇപ്പോൾ 2.5 കൊല്ലമായി ചികിത്സ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ മരുന്നൊക്കെ ചെയ്യുമ്പോൾ ശരീരത്തിൻ്റെ വില കൂടിയ ഗുളികളാണ്. അപ്പോൾ ശരീരത്തിൻ്റെ മൊത്തം ബലം കുറയാണ്. അങ്ങനെ നടക്കാനും സ്റ്റെപ്പ് കയറാനൊക്കെ ഉള്ള ബുദ്ധിമുട്ട്. കാലിന് എല്ലാ ബുദ്ധിമുട്ടും കൂടുതൽ. അപ്പൊ ജിൻഡോ ചേട്ടൻ ജയിച്ച് കപ്പ് വഹിച്ച് വീടിന്റെ മുമ്പിൽ വരട്ടെ എന്ന് നമ്മളൊക്കെ പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ ഓൾ ദ ബെസ്റ്റ്. ഞാനും പ്രാർത്ഥിക്കുകയാണ്. ഇപ്പോൾ ജിൻഡോ ചേട്ടന് ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് ഒരു ഏഷ്യാറ്റിൽ ബിഗ് ബോസിൽ കിട്ടാൻ സാധിച്ചു. അതിന് ഏഷ്യാറ്റുകാരെല്ലാം ഒരു അവസരം ഒരുക്കി കൊടുത്തു. അവരോടും ഒരുപാട് നന്ദി പറയാണ്. അതുപോലെ ഇത്രയും വോട്ട് ചെയ്ത് വിജയിപ്പിക്കാൻ ഇത്രയും നാൾ വോട്ട് ചെയ്ത എല്ലാ പ്രേക്ഷകരോടും നന്ദി പറയാണ്. ഇനി വീണ്ടും അവർ വോട്ട് ചെയ്ത് ജിൻഡോനെ വിജയിപ്പിക്കണമെന്ന് ഞാൻ പറയാണ്.